നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും ഭരണപരാജയവുമാണ് തകർന്നു കിടക്കുന്ന റോഡുകൾ സൂചിപ്പിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. വെള്ളക്കെട്ടിൽ തൃക്കൂർ പഞ്ചായത്തിൽ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 നേന്ത്രവാഴകൾ നശിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. വടക്കാഞ്ചേരി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഉദ്ഘാടനം കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണം വിവിധ സ്ഥലങ്ങളിൽ നടന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന്റെയും ഭരണപരാജയത്തിന്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് സംസ്ഥാനത്ത് ആകെ തകർന്നു കിടക്കുന്ന റോഡുകളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തൃശൂർ കുന്നംകുളം കടവല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന ഉപവാസ സമരം ചൂണ്ടൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ്. ചൂണ്ടൽ സെന്ററിൽ നടന്ന യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണമെന്ന് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ദുരന്തം നടന്ന് ദിവസം 10 കഴിഞ്ഞിട്ടും ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ആശ്വാസമാകാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും സമഗ്ര പുനരധിവാസ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും വേണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ വയനാട്ടിലെ തന്നെ പുത്തുമലയിൽ ഉൾപ്പെടെ നടന്ന ദുരന്തത്തിന്റെ ഇരകൾക്ക് ഇപ്പോഴും പുനരധിവാസ പദ്ധതികൾ അപൂർണമായി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നും ആ ജനത ദുരിതത്തിൽ തുടരുകയാണ്. ആ അവസ്ഥ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും മേപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലും മറ്റും ഉണ്ടാകരുതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗം സുതാര്യമല്ല. അതിനെക്കുറിച്ച് ഒട്ടേറെ പരാതികളും കുറ്റപ്പെടുത്തലുകളും ആശങ്കകളും ജനങ്ങൾക്കുണ്ട്. സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധനദുർവിനിയോഗവും സംബന്ധിച്ചും കൃത്യമായ തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വനംമന്ത്രിയും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. പാർലമെന്റിൽ കേന്ദ്രമന്ത്രിമാർ ഉത്തരവാദിത്വത്തോടെയാണ് പ്രസ്താവന നടത്തിയത്. ഇതോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും പ്രതിസ്ഥാനത്തായി. എന്നാൽ അതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിപ്രായം കൂടുതൽ പരിഹാസ്യമാകുകയായിരുന്നുവെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. റോഡുകളുടെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ഉപവാസ സമരത്തിൽ BJP മേഖലാ പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, AR അജി ഘോഷ്, PK സാബു, ജോസഫ് പടമാടൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KR അനീഷ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും യോഗത്തിൽ സംസാരിച്ചു. വെള്ളപ്പൊക്കത്തിൽ തകർന്നടഞ്ഞ തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖല. പ്രദേശത്തെ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 വാഴകളാണ് നശിച്ചത്. കർഷകർ ആത്മഹത്യയുടെ വക്കിലേക്ക്. ഇറിഗേഷന്റെ അനാസ്ഥയാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. പീച്ചി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ താഴ്ന്ന പ്രദേശത്തെ കർഷകർക്കുണ്ടാക്കിയത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. കല്ലൂർ പാലത്തുപറമ്പിലാണ് കൂടുതൽ കൃഷിനാശം. ഓണവിപണി ലക്ഷ്യമാക്കി നട്ട വാഴകൃഷിയിൽ 25,000 വാഴകളും കുലച്ചവയായിരുന്നു. കർഷകരുടെ പ്രതീക്ഷ തകർത്ത് കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിയപ്പോൾ 90ഓളം കർഷകരാണ് കണ്ണീരിലായത്. വെള്ളക്കെട്ട് ദിവസങ്ങളോളം നിന്നതോടെ വാഴകളുടെ പിണ്ടികൾ ചീഞ്ഞു തുടങ്ങി. കൂടാതെ മഞ്ഞളിപ്പും ബാധിച്ചിട്ടുണ്ട്. വാഴകൾ ഇനി വിളവെടുപ്പിന് പാകമാകില്ല എന്നാണ് കർഷകർ പറയുന്നത്. വാഴയ്ക്ക് പുറമെ 45 തെങ്ങ്, 150 ജാതിമരം, 60 കുരുമുളക്, 80 അടയ്ക്കാമരം എന്നിവയും വെള്ളക്കെട്ടിൽ നാശത്തിലായി. മഴ കനത്തതോടെ ജൂലൈ 29-നാണ് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്കൊഴുക്കിയത്.
4 ഷട്ടറുകളും 7.5 സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത്. എന്നാൽ പിന്നീട് ഷട്ടറുകൾ 60 ഇഞ്ചും പിന്നീട് 72 ഇഞ്ചും ആക്കി തുറക്കുകയായിരുന്നു. ഇതാണ് കർഷകരുടെ മാസങ്ങളുടെ അധ്വാനം ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിലാവാൻ കാരണമായത്. 2018 പ്രളയകാലത്ത് പോലും 56 ഇഞ്ച് മാത്രമാണ് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നത്. ഇത്തവണ വലിയ അളവ് ജലം പുറത്തേക്കൊഴുക്കിയതോടെ മണലിപ്പുഴ കരകവിഞ്ഞാണ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയത്. പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങിപ്പോകാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് പല കർഷകരും കൃഷി ഇറക്കിയത്. ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ നേന്ത്രകൃഷി വെള്ളത്തിലായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്നും കർഷകർ പറഞ്ഞു. കൃഷിയെ വെള്ളത്തിലാക്കിയതിന് പിന്നിൽ ഇറിഗേഷന്റെ അനാസ്ഥയാണെന്നും ഇറിഗേഷൻ അധികൃതർ കർഷകർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ ആവശ്യപ്പെട്ടു. നമ്മുടെ 17-ാം വാർഡിലെ പ്രളയത്തിൽ നമുക്ക് വന്നത് 2018 പോലും നമുക്ക് 56 ഇഞ്ച് വെള്ളം വിട്ടപ്പോഴും കൂടി ഇറിഗേഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ തടസ്സങ്ങളും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ സ്ഥാനത്ത് നമുക്ക് ഇപ്പൊ 2024 ആയപ്പോൾ 72 ഇഞ്ച് വെള്ളം വിട്ടപ്പോൾ നമുക്ക് വളരെയധികം കർഷകര് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ അയക്കണത്. എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞതില് 19 ലക്ഷത്തിന് മേലെ നഷ്ടങ്ങളാണ് ഈ വാഴ കർഷകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട ഇത് ഇറിഗേഷന്റെ ഭാഗത്ത് നിന്ന് ഈടാക്കണം എന്നാണ് എൻ്റെ ഭാഗത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അന്നത്തെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ട് പാടത്ത് നിലത്തും എല്ലായിടത്തും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളുടെ അവസ്ഥകളും നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്ര ലക്ഷക്കണക്കിന് കോടികളായിട്ട് അവര് ലോൺ എടുത്തിട്ടും അതൊക്കെയാണ് ഓരോ വർഷം പൈസ ഇറക്കുന്നത്. ആ പൈസയിൽ നിന്ന് ഒന്നും ലാഭമില്ലെങ്കിലും നഷ്ടം ലോൺ വരെ അടയ്ക്കാൻ പറ്റാത്ത വളരെ സാമ്പത്തിക സ്ഥിതിയിൽ മോശപ്പെട്ട് ഓരോരുത്തര് വളരെ കടക്കിണിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ട നടപടി എടുക്കേണ്ടത് ഇറിഗേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ മൂലം തന്നെയാണെന്നുള്ളത് വ്യക്തമായി എല്ലാവർക്കും ബോധ്യമുള്ളത് തന്നെയാണ്. അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും ഇറിഗേഷന്റെ ഭാഗത്തു തന്നെയാണ് എൻ്റെ തീരുമാനം. മുൻകാലഘട്ടങ്ങളിൽ കർഷകർക്കുണ്ടായ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം വർഷങ്ങൾ കഴിഞ്ഞാണ് ലഭ്യമായതെന്നും കടുത്ത ദുരിതത്തിലായ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാൻ അടിയന്തര നടപടി വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. മാസങ്ങളായി പരിപാലിച്ച കൃഷിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വെള്ളക്കെട്ടിൽ ഇല്ലാതായത്. കർഷകരുടെ നഷ്ടത്തിന് അർഹമായ പരിഗണന നൽകി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കർഷകനായി എനിക്ക് ഈ പീച്ചി ഡാമിലെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് നശിച്ചു. ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം. എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് വേണ്ടി പാകായിക്കുന്ന കായാണ് 10-15 കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്കുകളിലത്തെ ലോണും അടയ്ക്കാനൊന്നും രക്ഷയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പീച്ചി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് സംഭവിച്ചത്. 18 വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ നഷ്ടം. ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ എനിക്ക് തന്നെ ഒരു 1000 വാഴയോളം ഒരു 650 വാഴ ഒറ്റപ്പോയി, നഷ്ടമായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് കൊലച്ച് പറഞ്ഞ ഒരു ഓണത്തിന് വെട്ടാനുള്ള കായായിരുന്നു. ഒരു 18 കിലോ 20 കിലോ കിട്ടുന്ന കായക്കൊലകളാണ് മുഴുവൻ വെള്ളം വന്ന് ഒടിഞ്ഞു പോയത്. കായക്കൊല വരെ വെള്ളം മുട്ടിപ്പോയി. അത്രയും വലിയ ദുരന്തമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയധികം വാഴ 10,000 കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ചു പോയേക്കുന്നത്. എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സ്ഥിതി വരെ അത്രയും പരാധീനമായ രീതിയിലാണ് ഈ ഭാഗത്തുള്ള കർഷകരുടെ സ്ഥിതി. അത്രയും മോശമാണ്. ഇത് മുഴുവൻ ലോൺ എടുത്തിട്ടും ഒക്കെ ഓരോ രീതിയിൽ ഞങ്ങൾ ചെയ്തുണ്ടാക്കിയതാ. ഇനി ഇത് കൃഷി ചെയ്യാനും പറ്റില്ല. ഇത് എന്ത് ചെയ്യണം എന്നൊരു പിടിയിലാണ് ഞങ്ങൾ നിങ്ങൾ. ഇതിന് ഇനി ഗവൺമെന്റ് ഞങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഇല്ലാതെ ഞങ്ങൾക്ക് ഓരോ കിലോ കുരുടാനെങ്കിലും വാങ്ങിത്തരാനുള്ള സൗകര്യം ചെയ്യണം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മുടെ ഗവൺമെന്റിന്റെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥ മൂലം 2018 പോലും ഇത്രയധികം കൃഷി നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ഇന്ന് 2020 ഒരുപാട് കൃഷി നശിച്ച് പോയി ഇവിടുത്തെ കർഷകൻ കരയുന്ന ഒരു അവസ്ഥയിലൂടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം 2024 ഇന്നിവിടെ വെള്ളം കയറിയ ഒരു ഏറ്റവും വലിയ അവസ്ഥ ഈ തവണത്തെ വെള്ളം ഇറങ്ങിപ്പോവാത്ത ഒരവസ്ഥ ഉണ്ടായത്. 2018 പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നെങ്കിലും എത്രയും വേഗം ഇറങ്ങിപ്പോയി. ഇന്ന് ആ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇന്നിടത്ത് വെള്ളം ഇറങ്ങിപ്പോകാതെ കൃഷി നശിച്ച് പോയിരിക്കുന്ന അവസ്ഥ ഈ മേഖല മുഴുവൻ. തൃശൂർ ജില്ലാ മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപാരി ദിനാഘോഷങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് നിയോജകമണ്ഡലം ചെയർമാൻ ജോഷി തേറാട്ടിൽ കൈമാറി. അന്തരിച്ച വേണുഗോപാലിന്റെ കുടുംബത്തിന് ഭദ്രം പദ്ധതിയുടെ തുക ട്രഷറർ VT ജോർജ് കൈമാറി. മെർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് NA ജലീൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഗോഡ്ഫ്രീ നന്ദിയും പറഞ്ഞു.
ഈ ആശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്വാസം മാത്രമല്ല, നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളൊരു സന്ദേശം ഇല്ലേ? ലോകത്ത് വിഷമിക്കുന്ന മനുഷ്യന് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവന് ആ വിഷമം മാറ്റാൻ ഒരൊറ്റ കാര്യമുള്ളൂ. 2 കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ചേർത്ത് പിടിച്ച്, നെഞ്ചോട് ചേർത്ത് പിടിച്ച തല ഇങ്ങനെ ചേർത്ത് വെക്കണം. എന്നിട്ട് പറയണം, ഡാ ഞാൻ കൂടെ എന്ന് പറഞ്ഞാൽ സുനി, ലോകത്തുള്ള എല്ലാ പ്രയാസവും തീരും ഇല്ലേ? 1 കോടി ഉറുപ്പ്യ ബാധ്യതയുള്ള ഒരാളുടെ കയ്യില് മരിക്കാൻ പോകുന്ന ഒരാളെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ സ്വാമി, എന്നിട്ട് ഒരു 10,000 ഉറുപ്പ്യ കൊടുത്താലില്ലേ, വെറും ഒരു 10,000 ഉറുപ്പ്യ കൊടുത്താൽ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് അത് നമുക്ക് വിവരിച്ചാൽ പറ്റില്ല. 100 രൂപ കൊടുത്താൽ പോലും ആ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമുണ്ട്. അനുഭവത്തിനാണ് പ്രധാനം. നമുക്ക് ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺ വിങ്ങിന്റെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ ചേംബർ ഷോപ്പേഴ്സ് കാരവാന്റെ വിളംബര റാലി തൃശൂർ നഗരത്തിൽ നടന്നു. പാലസ് റോഡിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റിയ വിളംബര റാലി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളുടെ റോളർ സ്കേറ്റിംഗിന്റെ അകമ്പടിയിൽ വനിതാ വിംഗ് അംഗങ്ങൾ മോട്ടോർ വാഹനങ്ങളിലായി റാലിയിൽ അണിചേർന്നു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്ലാറ്റിനം ജൂബിലി അനുസ്മരിപ്പിച്ചുകൊണ്ട് 75 ചിരാതുകൾ തെളിയിക്കുകയും വർണ്ണ ബലൂണുകൾ വാനിലേക്ക് ഉയർത്തുകയും ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൺ വിംഗ് പ്രസിഡന്റ് സുജേത രാമചന്ദ്രൻ, സെക്രട്ടറി ജിസ്മി സുധീർ, ട്രഷറർ നിമിഷ സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ വിഭാഗങ്ങളിലുള്ള 100ഓളം സ്റ്റാളുകളാണ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന മേളയിൽ ഒരുക്കുന്നത്. പീച്ചി ഡാമിലെ എക്കൽ നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കാനും മണലിപ്പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും ചണ്ടിയും നീക്കം ചെയ്ത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തറ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ചു. പീച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് പ്രദേശവാസികളുടെ വീടുകൾക്കും വീടുപകരണങ്ങൾക്കും വ്യാപാരികൾക്കും കർഷകർക്കുമുണ്ടായ നഷ്ടങ്ങൾക്കും ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് 9ാം വാർഡ് മെമ്പർ ജനിത സുഭാഷ് പ്രമേയം അവതരിപ്പിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രമേയം അംഗീകരിച്ച് മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് അയച്ചുകൊടുക്കാൻ തീരുമാനിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി അടക്കമുള്ള തൃശൂർ കോർപ്പറേഷന്റെ എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചു. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനപ്രകാരമാണ് കോർപ്പറേഷൻ തല ഓണാഘോഷം, ഡിവിഷൻ തല ഓണാഘോഷം, കുമ്മാട്ടി, പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചത്. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു. കേരള വ്യാപാരി വ്യവസായി മണ്ണുത്തി യൂണിറ്റ് വയനാട് ദുരന്ത ഭൂമിയിലേക്കുള്ള ഒരു കൈ സഹായം പ്രസിഡന്റ് CA ബാബു, ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂരിന് കൈമാറി. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പുനരധിവാസത്തിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഭൂമി വാങ്ങി നൽകുന്നതിന് സംഘടനയുടെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക വിനിയോഗിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിലെ പ്രളയദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൊതുസമൂഹത്തിന് കൈത്താങ്ങാവുന്ന രീതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒരു റിലീഫ് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണുത്തി യൂണിറ്റിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. മണ്ണുത്തി യൂണിറ്റിലെ ചെറുകിട വ്യാപാരികൾ അവരുടെ നിത്യ വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ച വിഹിതം പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കാനും അവരുടെ പുനരധിവാസം സാധ്യമാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്ന ചടങ്ങാണ് നമ്മൾ നടന്നത്. വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ അത് മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റ് ബാബേട്ടിൽ നിന്നും മറ്റ് സഹപ്രവർത്തകരിൽ നിന്നും ഇന്ന് അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം കോൺഗ്രസ് കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും ബഹിഷ്കരിക്കുന്നു.
വടക്കഞ്ചേരി ഗ്രൗണ്ട് പുനരുദ്ധാരണത്തിനായി മുൻമന്ത്രി CN ബാലകൃഷ്ണൻ അനുവദിച്ച 1 കോടി രൂപ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് CPM DYFI പ്രവർത്തകർ തടഞ്ഞു. അന്ന് കാരണമായി പറഞ്ഞത് ഗ്രൗണ്ടിൽ പുറമ്പോക്കുണ്ട്, അത് അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ എന്നാണ്. നഗരസഭയും അന്നത്തെ ഏരിയ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളിയും ചേർന്നാണ് പ്രവർത്തനം തടഞ്ഞത്. 8 വർഷമായിട്ടും ഗ്രൗണ്ട് അളക്കുകയോ ആ 1 കോടി രൂപ വിനിയോഗിക്കാൻ അനുവദിക്കുകയോ ചെയ്യാതെ തടസ്സപ്പെടുത്തിയ ആളുകളാണ് ഗ്രൗണ്ട് പുനരുദ്ധാരണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത്. മുൻപ് അനുവദിച്ച ഫണ്ടിൽ കാനകൾ ഉൾപ്പെടെ എല്ലാ സൗകര്യവും എസ്റ്റിമേറ്റിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് അളക്കുകയോ പുറമ്പോക്ക് വീണ്ടെടുക്കുകയോ ചെയ്യാതെ ഈ 50 ലക്ഷം രൂപയ്ക്ക് കുറെ മണ്ണ് കൊണ്ടുവന്ന് അടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് ഉയർത്തുമ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഈ തവണത്തെ പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറിയത് കൂടുതൽ വീടുകളിലേക്ക് വ്യാപിക്കാൻ ഇടവരുത്തും. ഈ സാഹചര്യത്തിൽ ഗ്രൗണ്ട് അളന്ന് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഗ്രൗണ്ട് ഉയർത്താൻ കഴിയൂ. മിണാലൂരിലും CN ബാലകൃഷ്ണൻ അനുവദിച്ച ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം 8 വർഷമായി മാലിന്യങ്ങൾ സംഭരിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റി യുവാക്കൾക്ക് കായിക ആവശ്യങ്ങൾക്ക് തുറന്നു കൊടുത്തില്ല. ഇപ്പോൾ നവീകരണം എന്ന് പറഞ്ഞ് ഫണ്ട് അനുവദിച്ച് കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഇതുപോലെ പ്രവർത്തിപ്പിക്കാതെ നോക്കുകുത്തിയാക്കി മാറ്റി അവസാനം കുറച്ച് പണം അതിനുവേണ്ടി വെച്ച് ഇത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറയാൻ വേണ്ടി CPM കാട്ടിക്കൂട്ടുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധമുയരുന്നു. CPMന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ നഗരസഭാ കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും ബഹിഷ്കരിക്കുന്നു. K. അജിത് കുമാർ, ജിജോ കുര്യൻ, PG ജയദീപ്, SA ആസാദ്, PN വൈശാഖ്, സന്ധ്യ കൊടക്കാടത്ത്, ജിജി സാംസൺ, ബിജു ഇസ്മായിൽ, TV സണ്ണി, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, KH സിദ്ദിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ CPM ആണ് ഭരിക്കുന്നത്. അന്നത്തെ കൗൺസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് പ്രമോദ് എന്ന് പറയുന്ന CPMന്റെ നേതാവ് നഗരസഭയിൽ ഒരു കത്ത് വെക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഗ്രൗണ്ട് പുനർനിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തുടരാൻ കഴിയില്ല, കാരണം അവിടെ ഒരുപാട് പുറമ്പോക്കുണ്ട്. ആ പുറമ്പോക്ക് അളന്ന് തിരിച്ചതിന് ശേഷം മാത്രമേ ഗ്രൗണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പുറമ്പോക്ക് ഉണ്ടെങ്കിൽ അളക്കണം, അതൊരു 3 മാസം അളക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ 8 വർഷമായിട്ടും വടക്കാഞ്ചേരി ഗ്രൗണ്ട് അളക്കുകയോ അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തുകയോ ചെയ്തില്ല. റിസർവേ കഴിഞ്ഞ സ്ഥലമാണ്, കൃത്യമായ സ്കെച്ച് ഉണ്ട്. അതിനകത്ത് അളന്ന് എവിടെയും പുറമ്പോക്ക് മുൻകാലങ്ങളിൽ സിന്ധു സുബ്രഹ്മണ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അളന്ന് അതിന് ശേഷം ഒരു പുറമ്പോക്കും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ വീണ്ടും പുറമ്പോക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അളന്നോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പൊ ആ ഫണ്ട് 1 കോടി രൂപ ലാപ്സായി. 1 കോടി രൂപ CN ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനത്തിന് അനുവദിച്ച പൈസ ലാപ്സായി. ഇപ്പൊ 50 ലക്ഷം രൂപ വെച്ചിട്ട് ഗ്രൗണ്ട് ഉയർത്താൻ പോവാന്നാണ് MLA പറയുന്നത്. 50 ലക്ഷം രൂപ കൊണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു.
വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്യുന്നതിനൊപ്പം ആദിവാസി ഊരുകളുടെ പേര് മാറ്റാൻ ഉത്തരവിറക്കിയതിനെതിരെ ജില്ലാ ആദിവാസി സമിതി പ്രതിഷേധിച്ചു. ചാലക്കുടി ട്രൈബൽ വെൽഫെയർ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPPMS ജനറൽ സെക്രട്ടറി PK വേണു ഉദ്ഘാടനം ചെയ്തു. പേര് മാറ്റുന്നത് ആദിവാസികളുടെ സാമൂഹിക അവകാശ ലംഘനം കൂടിയാണെന്നും കാലങ്ങളായി നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളും അവകാശങ്ങളും ഇല്ലാതാക്കുകയാണ് അധികാരികളുടെ ലക്ഷ്യമെന്നും കോർഡിനേറ്റർ MN പുഷ്പൻ, MK ഗോപാലൻ, ട്രഷറർ സുനിത സുരേഷ് എന്നിവർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നെട്ടിശ്ശേരിയിൽ ആചരിച്ചു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെയും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിന്റെയും ആചരണം നെട്ടിശ്ശേരിയിൽ സംഘടിപ്പിച്ചു. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ലളിതമായ ചടങ്ങുകളോടെ ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് തുടക്കം കുറിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജൻസൺ ജോസ് കാക്കശ്ശേരി പതാക ഉയർത്തുകയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി നിലനിർത്തുവാൻ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. KK ജേക്കു അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ വിടുകയെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നതിനൊപ്പം ഇന്ത്യക്കാരുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവും കൂടി മഹാത്മാഗാന്ധിയിലൂടെ പിറവിയെടുത്തത് ഇന്നും പ്രസക്തിയുള്ളതാണെന്ന് ജൻസൺ ജോസ് കാക്കശ്ശേരി പ്രസ്താവിച്ചു. ഇൻകോസ് ഗ്ലോബൽ വൈസ് ചെയർമാൻ NP രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. ലിയോ രാജൻ, U വിജയൻ, H ഉദയകുമാർ, T ശ്രീധരൻ, KK ജോർജ്, നിതിൻ ജോസ്, CJ രാജേഷ്, പ്രിൻസ് വർഗീസ്, C പഴനിമല, ജെയ്ജോ ജോയ്, സിൻഡ സോജൻ, മരീന ജോർജ്, കൃഷ്ണപ്രസാദ്, മഹേഷ് C നായർ, രോഹിത് നന്ദൻ, ബോബൻ മഞ്ഞില എന്നിവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകാനും 55 കൗൺസിലർമാരുടെ 1 മാസത്തെ ഓണറേറിയം നൽകുന്നതിനും കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. 2026-നുള്ളിൽ അഭ്യസ്ത വിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് വിജ്ഞാന തൊഴിലുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ KDISCിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതിയായ വർക്ക് നിയർ ഹോം പദ്ധതി തൃശൂർ കോർപ്പറേഷൻ പറവട്ടാനി ഇലക്ട്രിസിറ്റി ഗോഡൌണായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ആരംഭിക്കുന്നതിനും ചിയാരം പോസ്റ്റ് ഓഫീസ് കോവളം റോഡിന്റെ BMBC പ്രവർത്തനങ്ങൾ അധിക ചെലവ് വന്നത് അംഗീകരിക്കുന്നതിനും ടാക്സ് റിവിഷൻ ഉൾപ്പെടെ നികുതി പിരിവ് ഓൺലൈനാക്കുന്ന പ്രവൃത്തി 93% പൂർത്തീകരിച്ചത് വിലയിരുത്തിയത് ഉൾപ്പെടെ 101 അജണ്ടകളിൽ 5 അജണ്ടകൾ ഒഴികെ എല്ലാ അജണ്ടകളും ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുത്തു. കൗൺസിലറോടോ പരിസരവാസികളോടോ ആലോചിക്കാതെ അശാസ്ത്രീയമായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണം ജനങ്ങളോടൊപ്പം നിന്ന് ബഹിഷ്കരിക്കുന്നതായി കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് അറിയിച്ചു. ഇപ്പോൾ തന്നെ മഴ പെയ്താൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഗ്രൗണ്ടിലെ ചുറ്റുവട്ടങ്ങളിലുള്ള വീടുകളെയും ഗ്രൗണ്ടിനെയും ബാധിക്കുകയാണ്. നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞ് വീണ്ടും മണ്ണിട്ട് നികത്തി ഗ്രൗണ്ടിന് ഉയരം കൂട്ടിയാൽ പരിസരവാസികൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത വിധം സ്ഥിരം പ്രളയബാധിത പ്രദേശമായി മാറും. കൂടാതെ ഗ്രൗണ്ടിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് യാതൊരു വിവരവും ഡിവിഷൻ കൗൺസിലറെയോ പരിസരവാസികളെയോ നാളിതുവരെ അറിയിച്ചിട്ടില്ല. നിലവിൽ പുഴയിലെ അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തുമാറ്റി പുഴയുടെ ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാക്കാതെ ഗ്രൗണ്ട് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം ഡിവിഷൻ കൗൺസിലറും വ്യക്തമാക്കി. അശാസ്ത്രീയമായ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും പരിസരവാസികളോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് അറിയിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് മന്ത്രി വന്ന് നിർവഹിക്കാൻ പോകുന്നത്.
ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിവിഷൻ കൗൺസിലറായ ഞാൻ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിരവധി തവണ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വയ്ക്കുകയും പരിപാടികൾ വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തികച്ചും CPM-ൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചർച്ച മാത്രമായിരുന്നു. അതല്ലാതെ മറ്റ് അവിടുത്തെ പരിസരവാസികളെയോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറെയോ ഒന്നും അറിയിക്കാതെ നടത്തിയിട്ടുള്ള ചർച്ചകളായിരുന്നു അത്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഗ്രൗണ്ട് നവീകരണം, അതിന്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് സംഘാടക സമിതി യോഗമാണ് 2 ദിവസം മുമ്പ് നടന്നൊരു സംഘാടക സമിതി യോഗത്തിനാണ് ആദ്യമായിട്ട് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിനൊന്നും നമ്മൾ എതിരല്ല. ഗ്രൗണ്ട് വികസിക്കേണ്ടതൊക്കെ അത്യാവശ്യം തന്നെയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ളത് CN ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്താണ്. അപ്പൊ വികസന വിരോധികളൊന്നുമല്ല ഞങ്ങള്. എന്നാൽ കൂടിയും ഗ്രൗണ്ടിന്റെ ചുറ്റുപാടുമുള്ള അവസ്ഥകള്, അവിടുത്തെ താമസിക്കുന്ന ആളുകളുടെ ചുറ്റുപാട് കൂടി കണക്കിലെടുത്ത് ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള കുമ്മായച്ചിറ, അതുപോലെ തന്നെ വടക്കാഞ്ചേരി പുഴ എല്ലാവരും കണ്ടതാണ്. 10 കോടിയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം MLA മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുകയും 10 കോടിയുടെ വികസന പദ്ധതികൾ തുടങ്ങി എന്ന് പറഞ്ഞ് വേനൽക്കാലത്ത് കുമ്മായച്ചിറയിലെ ഷട്ടറുകൾ അടയ്ക്കാതെ കുടിവെള്ളം പോലും അവിടുത്തെ ആളുകൾക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് നടത്തുന്ന പ്രതിഷേധം തെരുവിളക്കുകൾ കത്താത്തതിനെതിരെയും മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ PG ഡാമുകളുടെ ഷട്ടർ തുറന്നതിനെതിരെയും ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ അനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, തൃശൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടോജോ തിമോത്തി, ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, സംസ്ഥാന സെക്രട്ടറി റാണി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ടോണി തോമസ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചെക്കാലക്കൽ, സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽഫിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സനീഷ് മേനാച്ചേരി നന്ദി പറഞ്ഞു. നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ജിൻസൺ, സജീവ് മുല്ലപ്പള്ളി, മണ്ഡലം സെക്രട്ടറിമാർ ജിതിൻ ജോസ്, അർജുൻ രാംദാസ്, വിഷ്ണു കുട്ടൻ, ലിബിൻ റാഫേൽ, ഫ്രീജോ ഫ്രാൻസിസ്, ഫെമിൻ KJ, സ്നേഹ പ്രസാദ്, പോൾസൺ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 വ്യാപാരി ദിനം ആചരിച്ചു. പൊന്നൂക്കര സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ പതാക ഉയർത്തി. ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന വയനാടിനെ സഹായിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ചടങ്ങിൽ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. യൂണിറ്റ് സെക്രട്ടറി ജിനിൽ കുണ്ടോളി, ട്രഷറർ ജാക്സൺ CJ, കമ്മിറ്റി അംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും നെല്ലിക്കുന്ന് കുറ പ്രദേശങ്ങളിൽ പ്രവർത്തകർ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് പ്രദേശത്ത് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോമോൻ ജോസഫും കുറ പ്രദേശത്ത് മുൻ ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റായ സജോ സണ്ണിയും പതാക ഉയർത്തി. സമര പോരാട്ടങ്ങൾക്ക് മാത്രമല്ല സാമൂഹ്യ സേവനങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് സജ്ജരാകണമെന്ന് ജിജോമോൻ ജോസഫ് പ്രസ്താവിച്ചു. തുടർന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. മുൻ നിയോജക മണ്ഡലം സെക്രട്ടറി മിൻഡോ സി ആന്റോ, മണ്ഡലം സെക്രട്ടറി ലിജോ ജോസ്, മണ്ഡലം ഭാരവാഹികളായ ലിയാസ് ബാബു, മോൾവിൻ തിമോത്തി, കോൺഗ്രസ് നേതാക്കളായ ഷഹീർ KM, തോമസ്, പ്രിൻസ് ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മരോട്ടിച്ചാലിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സംഘടിപ്പിച്ചു. മരോട്ടിച്ചാലിൽ സംഘടിപ്പിച്ച പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അമൽ സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ബേസിൽ അബ്രഹാം പതാക ഉയർത്തി. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അരോഷ് TA, ഷാൻസ് പൗലോസ് എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ.
വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനിയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അമൃത TV ന്യൂസ് ക്യാമറാമാൻ PV അയ്യപ്പനെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മാധ്യമരംഗത്ത് സൗമ്യനും കർത്തവ്യനിരതനുമായിരുന്നു അയ്യപ്പനെന്ന സഹപ്രവർത്തകർ അനുസ്മരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക അധ്യക്ഷത വഹിച്ചു. A സേതുമാധവൻ, ജോയ് M മണ്ണൂർ, അഞ്ജു രാജ്, MS ലിഷായ്, AM സുനിൽകുമാർ, MS സമ്പൂർണ, PR റിസിയ, പോൾ മാത്യു, അരുൺ എഴുത്തച്ഛൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും വിവിധ യൂണിറ്റുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് രാവിലെ 9:30 നടത്തി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വീരസമര ഭടന്മാരെ അനുസ്മരിച്ചു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പതാക ഉയർത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി ക്വിറ്റ് ഇന്ത്യ ദിനാചരണ സന്ദേശം നൽകി സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ജിതിൻ, ഡിക്സൺ, അഹ്സാൻ ഷെയ്ഖ്, ആദിത്യൻ, കുട്ടൻ മച്ചാട്, PT മണികണ്ഠൻ, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, ഷാജി വള്ളിയാട്ടിൽ, ബഷീർ, ജെയിംസ് കുണ്ടുകുളം, INTUCയുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂർക്കിനിക്കര, കൈനൂർ തുടങ്ങിയ മണലിപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായ പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്നും പ്രളയം മൂലം നാശനഷ്ടം സംഭവിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും ചണ്ടിയും പായലും മണലും നിറഞ്ഞ മണലിപ്പുഴ വൃത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ കോൺഗ്രസ് മെമ്പർമാരായ ബിന്ദു കാട്ടുങ്ങൽ, സരിത സജീവൻ, മിനി വിനോദ്, TP മാധവൻ എന്നിവരും കോൺഗ്രസ് നേതാക്കളായ KN വിജയകുമാർ, ജേക്കബ് പോൾ, ML ബേബി, ES അനിരുദ്ധൻ, ശ്രീരാഗ്, ഷേളി മോഹൻ എന്നിവർ സംസാരിച്ചു. കർവ് അനുസരിച്ച് 77.1 എന്ന് പറയുന്ന ഘനമീറ്റർ വെള്ളം ഡാമിൽ നിറഞ്ഞതാണ്. അതിനുശേഷം ഡാം തുറന്നുവിടുന്നതിനെ വൈകിച്ചതാണ്. K രാജൻ്റെ വരവ് കാത്ത് വൈകിച്ചതാണ് സത്യത്തിൽ നമ്മളൊക്കെ തന്നെ പ്രളയത്തിൽ ചെന്നുപെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, സ്ഥാപനങ്ങൾക്ക്, കർഷകർക്ക്, അതുപോലെ തന്നെ താമസക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള നഷ്ടം നൽകുന്നതിന് സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത സർക്കാർ നിറവേറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടത്തറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ ഇവിടെ സമരം ചെയ്യുന്നത്. പൂച്ചട്ടി AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സ്ഥാപിച്ചു. പൊതുജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകാരപ്രദമാകുന്ന വിവിധ വകുപ്പുകളുടെ നമ്പറുകൾ ഉൾപ്പെടുത്തിയാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ബോർഡുകൾ സ്ഥാപിച്ചത്. പൂച്ചട്ടി സെന്റർ, ഇരവിമംഗലം റോഡിലെ പൊതു കളിസ്ഥലത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. പൂച്ചട്ടി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു.
എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KC അനന്തൻ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ KR, നടത്തറ ഫാമേഴ്സ് ബാങ്ക് പ്രതിനിധി ML ബേബി, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധി ജോയ്, ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി ദാസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് PB ബബിത, PTA പ്രസിഡന്റ് വിനീത, ലാബ് അസിസ്റ്റന്റ് AV സുദർശൻ, ജിൻസി K ജോർജ്, വിമുക്തി കോർഡിനേറ്റർ V ബിന്ദു, വിമുക്തി ക്ലബ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ജില്ലാതലത്തിൽ തന്നെ വലിയ അഭിനന്ദനങ്ങൾക്ക് അർഹമായ ലഹരിക്കെതിരെയുള്ള നിരവധി ക്യാമ്പയിൻ ഏറ്റെടുക്കാനായിട്ട് ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വപരമായ പങ്ക് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ്റെ കാര്യം അറിയിച്ചപ്പോൾ ഇതിന് വലിയ പിന്തുണ നൽകിയ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ യൂണിയൻ പ്രവർത്തകരടക്കമുള്ള ജനകീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഇന്ന് വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹികപരമായ ഈ വിപത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന കാര്യമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. കാലാവസ്ഥ ഈ പ്രതികൂല. വിൽവട്ടം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടത്തി. ചേറൂർ കിണർ സെന്ററിൽ നടന്ന മണ്ഡലം തല പരിപാടിയിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൗരാഗ് PG പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടുകൂടി വിവിധയിടങ്ങളിൽ യൂണിറ്റ് ഭാരവാഹികൾ വൃക്ഷത്തൈകൾ നട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, ഭാരവാഹികളായ KK ശോഭനൻ, KA അനിൽകുമാർ, കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അഖിൽ പേരോത്ത്, രാജീവ് CV, അമൽ ഗോവിന്ദ്, സാരൻ, ശിവപ്രസാദ്, അരുൺ, ധനേഷ്, ഫ്രെഡി, രാജേന്ദ്രൻ, ജൻസൻ, രാഗീത്, രാഹുൽ, ശിവപ്രസാദ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ രജനി, പ്രിയ എന്നിവർ പ്രസംഗിച്ചു. വിൽവട്ട മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് ദിനാചരണങ്ങൾ KR ചന്ദ്രൻ, AK രാധാകൃഷ്ണൻ, രാഹുലൻ, കൗൺസിലർ രണ്യ ബൈജു, PR രാഗേഷ്, അഖിൽ കൃഷ്ണൻ, ജെഫിൻ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 46-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AR ഫൈസൽ യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി. തുടർന്ന് വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടന്ന സ്ഥാപക ദിനാചരണം കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ വിനോദ് മാടവന, സന്തോഷ് എറക്കാട്ട്, NM വിനീഷ്, ജെയിംസ് കുണ്ടുകളം, AA ബഷീർ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ PV റിഞ്ചു, AB സഞ്ജയ്, KV അലക്സ്, AB ആഷിഖ്, KJ അജോൺ, AT ബിജു, KJ ആൻസ്റ്റിൻ, AT ബിജു, KJ ഫ്രെഡി, KC സെബാസ്റ്റ്യൻ, H സെയ്ദ് മുഹമ്മദ്, PA തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും ഭരണപരാജയവുമാണ് തകർന്നു കിടക്കുന്ന റോഡുകൾ സൂചിപ്പിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. വെള്ളക്കെട്ടിൽ തൃക്കൂർ പഞ്ചായത്തിൽ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 നേന്ത്രവാഴകൾ നശിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി. വടക്കാഞ്ചേരി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഉദ്ഘാടനം കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണം വിവിധ സ്ഥലങ്ങളിൽ നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.